നമ്മളൊരു ബിസിനസ്സിന്റെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെ അളക്കുന്നത്? അതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. എല്ലാ കമ്പനികളും ഒരുപോലെ പാലിക്കേണ്ട ചില പൊതുവായ ചട്ടങ്ങൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എല്ലാ കമ്പനികളുടെയും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ കാണാൻ ഏകദേശം ഒരുപോലെയിരിക്കുന്നത്? ഒരു റിലയൻസിന്റെയോ ടാറ്റയുടെയോ റിപ്പോർട്ട് എടുത്തു നോക്കൂ, എല്ലാം ഒരൊറ്റ അച്ചിൽ വാർത്ത പോലെ തോന്നും. എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം? ഉത്തരം വളരെ സിമ്പിളാണ്: വിശ്വാസം. ഈ സ്റ്റാൻഡേർഡുകൾ ഒരു കോമൺ ലാംഗ്വേജ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ പൊതുവായ ഭാഷ ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനും ഗവൺമെന്റിനും, എന്തിന് നമുക്ക് ഓരോരുത്തർക്കും പോലും ഒരു കമ്പനിയുടെ സാമ്പത്തിക നില കൃത്യമായി മനസ്സിലാക്കാനും മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ആരാണ് ഈ നിയമങ്ങളൊക്കെ എഴുതിയുണ്ടാക്കുന്നത്? ഇന്ത്യയുടെ ഈ ഫിനാൻഷ്യൽ ലാംഗ്വേജിന്റെ ഗാർഡിയൻസ് ആരാണെന്ന് നോക്കാം. ഇതിനു പിന്നിൽ മെയിനായിട്ട് 3 കളിക്കാരുണ്ട്. ഒന്ന് ICAI, അതായത് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ പരമോന്നത സമിതി. നിയമങ്ങൾ എഴുതുന്നത് അവർക്ക് കീഴിലുള്ള ASB എന്ന ബോർഡാണ്. 1977 മുതൽ അവരുണ്ട്. പിന്നെ 2018 ഇതിനെല്ലാം മുകളിൽ ഒരു സൂപ്പർവൈസറായി NFRA എന്നൊരു അതോറിറ്റിയും വന്നു. ഒരു പുതിയ നിയമം ഉണ്ടാവുന്നത് ചുമ്മാതെയല്ല, അതിനൊരു 4 സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. ആദ്യം ASB ഒരു പുതിയ നിയമം ആവശ്യമുള്ളൊരു ഏരിയ കണ്ടുപിടിക്കുന്നു. പിന്നെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്നു. അതിനുശേഷം ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനായി പുറത്തുവിടും. അവസാനം ഈ അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ച് നിയമത്തിന് ഫൈനൽ അപ്രൂവൽ കൊടുക്കും. ശരി, നിയമമുണ്ടാക്കുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത്, ഇതൊക്കെ ആർക്കാണ് ബാധകം? ആരെല്ലാമാണ് ഈ നിയമങ്ങൾ അനുസരിക്കേണ്ടത്? ഇവിടെ നിയമം ഭയങ്കര ക്ലിയറാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും ഇത് നിർബന്ധമായും പാലിക്കണം. അതുമാത്രമല്ല, 50 കോടി രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും ഈ നിയമങ്ങൾ ബാധകമാണ്. ഇനി നമുക്ക് ഈ റൂൾ ബുക്കിലൂടെ ഒന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം. പേടിക്കേണ്ട, 29 എണ്ണവും വിശദീകരിക്കാൻ പോകുന്നില്ല. പകരം ഒരു ബിസിനസ്സിന്റെ പല ഘട്ടങ്ങളെ ഈ നിയമങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് പെട്ടെന്നൊന്ന് കാണാം. ആദ്യത്തെ കുറച്ച് നിയമങ്ങൾ ഫൗണ്ടേഷൻ ഇടുന്നത് പോലെയാണ്. ഉദാഹരണത്തിന്, AS3 ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കമ്പനിയിലേക്ക് പണം എവിടെ നിന്നൊക്കെ വരുന്നു, എവിടേക്കൊക്കെ പോകുന്നു എന്നതിന്റെ ഒരു ക്ലിയർ പിക്ചർ. ഇത് ആ കമ്പനിക്ക് ശരിക്കും എത്രത്തോളം സാമ്പത്തിക ഭദ്രതയുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അടുത്തത് ബിസിനസിന്റെ കോർ ഓപ്പറേഷൻസ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് AS9 റവന്യൂ റെക്കഗ്നിഷൻ. സിംപിളായി പറഞ്ഞാൽ, ഒരു സെയിൽ നടന്നാൽ അതിന്റെ വരുമാനം എപ്പോൾ ബുക്കിൽ കാണിക്കാമെന്ന് ഇത് കൃത്യമായി പറയുന്നു. ഇത് കമ്പനികൾ ലാഭം പെരുപ്പിച്ച് കാണിക്കുന്നത് തടയാൻ വളരെ അത്യാവശ്യമാണ്. കമ്പനികൾ വളരുമ്പോൾ സ്വാഭാവികമായും ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തും, മറ്റു കമ്പനികളെ ഏറ്റെടുക്കും, അല്ലേ? അപ്പോൾ AS14 പോലുള്ള നിയമങ്ങൾ വരും. ഇത്തരം ലയനങ്ങളും ഏറ്റെടുക്കലുകളും എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് ഇത് കൃത്യമായി നിർവചിക്കുന്നു. ഇതുവഴി ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയുടെ വളർച്ചയുടെ യഥാർത്ഥ ചിത്രം കിട്ടും. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആവുകയാണ്. AS20 അഥവാ ഏർണിംഗ്സ് പെർ ഷെയർ, EPS ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. നിങ്ങളുടെ ഓരോ ഷെയറും എത്ര രൂപ ലാഭമുണ്ടാക്കിയെന്ന് കാണിക്കുന്ന ഈ കണക്ക് ഒരു കമ്പനിയുടെ പെർഫോമൻസ് അളക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവുകോലാണ്. ഒരു വലിയ കമ്പനി, അതിനു താഴെ കുറെ കുട്ടി കമ്പനികൾ, ഇവരുടെയെല്ലാം കണക്ക് എങ്ങനെ ഒന്നിച്ച് കാണിക്കും? അതിനുള്ളതാണ് AS21 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ആ ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ചിത്രം ഒരൊറ്റ റിപ്പോർട്ടിൽ നമുക്ക് തരുന്നു. അവസാനമായി ചില സ്പെഷ്യൽ സിറ്റുവേഷൻസ്. ഇതിൽ AS26 വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെക്കുറിച്ചാണ്. അതായത് നമുക്ക് തൊടാനോ കാണാനോ പറ്റാത്ത ആസ്തികൾ. ഉദാഹരണത്തിന്, ഒരു കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ പേറ്റന്റ്. കോടികൾ വിലമതിക്കുന്ന ഇത്തരം ആസ്തികൾ എങ്ങനെ കണക്കിൽപ്പെടുത്തണമെന്ന് ഈ നിയമം പറയുന്നു. ഓക്കെ, ഇത്രയും റൂൾസൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും പാലിച്ചില്ലെങ്കിലോ? അപ്പോൾ എന്ത് സംഭവിക്കും? നിയമം ലംഘിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ചെറിയ കളിയല്ല. ഈ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നത് കമ്പനിക്കും അവരുടെ കണക്ക് പരിശോധിക്കുന്ന ഓഡിറ്റർമാർക്കും ഒരുപോലെ പണികിട്ടുന്ന കേസാണ്. വളരെ ഗുരുതരമായ നിയമപരവും തൊഴിൽപരവുമായ പ്രശ്നങ്ങളുണ്ടാകാം. അവിടെയാണ് 2013 കമ്പനി നിയമത്തിലെ സെക്ഷൻ 129(5) രംഗത്തേക്ക് വരുന്നത്. ഈ നിയമം പറയുന്നത് ഇത്രയുള്ളൂ: നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സാരമില്ല, പക്ഷേ അത് സത്യസന്ധമായി തുറന്നു പറയണം. ആ സുതാര്യതയാണ് ഈ നിയമം ഉറപ്പാക്കുന്നത്. അവർ 3 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കണം. 1. ഏത് നിയമമാണ് തെറ്റിച്ചത്? 2. എന്തുകൊണ്ടത് പാലിക്കാൻ പറ്റിയില്ല? 3. ഇതുകാരണം നിങ്ങളുടെ ഫിനാൻഷ്യൽസിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി? ചുരുക്കി പറഞ്ഞാൽ, തെറ്റ് പറ്റിയാലും ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാൻ പാടില്ല. അതാണ് പോയിന്റ്.
അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ASPയും അതിന് മേൽനോട്ടം വഹിക്കുന്നത് NFRAയുമാണ്. 2, 50 കോടിക്ക് മുകളിൽ വിറ്റുവരവുണ്ടെങ്കിൽ ഈ നിയമങ്ങൾ നിർബന്ധമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി, നിയമം പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ സെക്ഷൻ 129(5) പ്രകാരം അത് തുറന്നു പറയണം. സുതാര്യതയാണെല്ലാം.